എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൂന്നാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ് അല്ലേ. മൂന്നാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടുണ്ടോ എല്ലാവരും? അത് കണ്ടവർക്കൊക്കെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് ഇതൊക്കെ കാണുക. അടുത്ത വിഷയങ്ങളുടെ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ട് അടിപൊളിയാക്കുക. പിന്നെ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഓരോ ലൈക്കുകൾ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. പോവാണ് നമ്മൾ. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ലിസൺ ചെയ്യാനാണ്. ടീച്ചർ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വായിച്ചു തരും. അത് ലിസൺ ചെയ്യുക. അത് ലിസൺ ചെയ്തിട്ട് ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ശരിയാണെങ്കിൽ ശരി എന്ന് മാർക്ക് ചെയ്യുക, തെറ്റാണെങ്കിൽ തെറ്റ് എന്ന് മാർക്ക് ചെയ്യുക അല്ലേ. അപ്പോൾ ഒന്നാമത്തത് ശരിയാണ്. വൺ ഡേ റോക്കി ഗോട്ട് എ ഫിഷ്, ശരിയാണ്. സം സ്ട്രീറ്റ് ഡോഗ്സ് അറ്റാക്ക്ഡ് റോക്കി, അതും ശരിയാണ്. ദ സ്ട്രീറ്റ് ഡോഗ്സ് വർ അഫ്രൈഡ് ഓഫ് റോക്കി, അത് തെറ്റാണ്. ദ മദർ ക്രോ ആൻഡ് ഹെർ ഫ്രണ്ട്സ് ഹെൽപ്ഡ് റോക്കി, അത് ശരിയാണ്. റൺ റൺ സെഡ് ദ മദർ ക്രോ, അത് തെറ്റാണ്. യെസ് ഗൈസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം അടുത്തത് ചെറിയൊരു പാസേജ് തന്നിട്ട് നമ്മളോട് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് വരുന്നത്. നമുക്കറിയാം അതാണ് വന്നിരിക്കുന്നത്. ഇറ്റ് വാസ് എ സണ്ണി ഡേ. പ്രിൻസസ് ജൂലിയ വാസ് സ്വിമ്മിങ് ഇൻ ദ സീ. ഹെർ ഡയമണ്ട് ക്രൗൺ വാസ് സ്പാർക്ലിംഗ് ഇൻ ദ സൺലൈറ്റ്. എ ഫിഷർമാൻ saw her from a distance. Wow, a beautiful crown. I want that crown, he thought. The fisherman rowed his boat towards the princess. Julia saw the boat coming towards her. She started swimming back home, but the fisherman threw a net over her. The net fell on Julia and she was trapped. Help me, she cried. A shark heard her cry and came to help Julia. The shark opened its mouth and follows the boat. The fisherman trembled with fear. He felt Julia go away and escaped from there. Julia became happy. She താങ്ക്ഡ് ദ ഷാർക്ക്. അപ്പോൾ അങ്ങനെയുള്ളൊരു കഥയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കഥയൊന്നല്ല നമ്മുടെ പ്രശ്നം. കഥ നമ്മൾ മനസ്സിലാക്കിയിട്ട് താഴെ കാണുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. പ്രിൻസസ് ജൂലിയ വാസ് സ്വിമ്മിങ് ഇൻ ദ സീ. അതേപോലെ തന്നെ ഫിഷർമാൻ ട്രാപ്ഡ് ജൂലിയ യൂസിങ് എ നെറ്റ് ഉപയോഗിച്ചാണ് പിടിക്കാൻ നോക്കിയത് അല്ലേ. പിന്നെയോ എ ഷാർക്ക് ഫോളോ. വൈ ഡിഡ് ദ ഫിഷർമാൻ ബിക്കം അഫ്രൈഡ് അല്ലേ. ഫിഷർമാൻ എന്തുകൊണ്ടാണ് പേടിച്ചത്? ദ ഷാർക്ക് ഫോളോഡ് ഹിസ് ബോട്ട് അല്ലേ. അടുത്തതോ ദ ഫിഷർമാൻ കോട്ട് ജൂലിയ ഫോർ ഗെറ്റിംഗ് ദ ഡയമണ്ട് ക്രൗൺ അല്ലേ. എന്തിനായിരുന്നു? ഒരു ഡയമണ്ട് ക്രൗൺ കണ്ടിട്ട് അതിങ്ങനെ തിളങ്ങുന്നത് കണ്ടിട്ടാണ് അതിൻ്റെ അടുത്തൊക്കെ പോകുന്നത് അല്ലേ. യെസ്, അപ്പോൾ ദ ഡയമണ്ട് ക്രൗൺ. ഇനി അടുത്തത് അറ്റംപ്റ്റ് എനി 3 ഔട്ട് ഓഫ് ദ നെക്സ്റ്റ് 4 ആക്ടിവിറ്റി. അപ്പോൾ അടുത്ത വരുന്ന 4 ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾ 3 ചോദ്യത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. കോൺവെർസേഷൻ ആണ് അല്ലേ. റോക്കി സേവ്ഡ് ദ ക്രോ ആൻഡ് ബേബീസ് ഫ്രം ദ റൈൻ അല്ലേ. ദ നെക്സ്റ്റ് ഡേ റോക്കി വാസ് ലൈങ് അണ്ടർ ദ ട്രീ. ഹി വാസ് വെരി ഹംഗ്രി. ഹി ഫെൽറ്റ് സാഡ്. ദ ക്രോ സോ ദിസ്. ഷീ came near Rocky with a surprise gift for him. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ റോക്കി ആൻഡ് ദ ക്രോ. ഇന്നലെ ഒരു കോൺവെർസേഷൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ വാക്കുകളാണ് നമുക്ക് എഴുതാൻ പറ്റും. ഏത് തരത്തിലുള്ള കോൺവെർസേഷൻ വന്നു കഴിഞ്ഞാലും നമുക്കത് എഴുതാൻ വേണ്ടിയിട്ടുള്ള വാക്കുകൾ ഇന്നലെ നമ്മൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പഠിച്ച കുട്ടികൾക്ക് ഇത് സെറ്റായിട്ട് എഴുതാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും അല്ലേ. ഹലോ റോക്കി. അപ്പോൾ റോക്കി പറയും ഹലോ ക്രോ അല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുന്നു അല്ലേ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? അപ്പോൾ ക്രോ ചോദിക്കുകയാണ് എന്താണ്, പിന്നെ നീ എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നു അല്ലേ. അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിനക്കെന്താ പറ്റിയത്, വാട്ട് ഹാപ്പൻഡ് ചോദിക്കാം അല്ലേ. അപ്പം ഐ ആം വെരി ഹംഗ്രി എന്ന് പറയാം. അതൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ് നമുക്ക് ഈ ഒരു കോൺവെർസേഷൻ ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് റിഡിൽസ് ആണ്. റിഡിൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ കുറേ റിഡിൽസ് നമ്മൾ എഴുതിയിട്ടുമുണ്ട്. ഇവിടെ ഐ ആം റിയലി പ്രിറ്റി, ഐ വിയർഡ് എ ഡയമണ്ട് ക്രൗൺ, ഐ ലിവ് ഇൻ എ ഗ്ലാസ് പാലസ് ഇൻ ദ സീ, ഹൂ ആം ഐ, ജൂലിയ അല്ലേ. അടുത്തത് ഐ ലിവ് ഇൻ ദ സീ, ഐ ആം ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഇൻ ദ വേൾഡ്, ഐ സ്റ്റോപ്പ് ദ മെൻ ഫ്രം പുട്ടിങ് വേസ്റ്റ് ഇൻ ദ സീ. അതാരാണ്? ദ ബ്ലൂ വെയിലാണ്. ഇനി അടുത്തത് ഹീ ചേസ് ദ കാറ്റ്, ഹീ ലൈക്സ് ബോൺസ്, ഹീ ക്യാൻ ബാക്ക്, ഹീ സേവ്ഡ് ദ മദർ ക്രോ. അതാണ് റോക്കിയാണ് അല്ലേ. അടുത്തത് ഇവിടെ ഒരു ക്രോനെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കറിയാം മദർ ക്രോ ആണ്. ഈ മദർ ക്രോനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു റിഡിൽ നിങ്ങൾക്ക് തയ്യാറാക്കാം. അവസാനം ഹൂ ആം ഐ എന്ന് എഴുതി കൊടുക്കാൻ മറന്നു പോകരുത്. യെസ് ഗൈസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആഡ് മോർ ലൈൻസ്. ഇവിടെ ദ സ്റ്റാർ ഫിഷ്, ഗോൾഡ് ഫിഷ് ആൻഡ് ദ ഡോൾഫിൻ അല്ലേ, ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഗ്ലാസ് പാലസ് പോവാണ്. ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു പിന്നെ എന്താടാ ഇത് ആഡ് മോർ ലൈൻസ് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറയുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഓൾറെഡി മുകളിൽ ഹോ പ്രിറ്റി പ്രിൻസസ് ഹാപ്പി ബർത്ത്ഡേ ടു യു, ഐ ദ സ്റ്റാർ ഫിഷ് ഹിയർ ഗിവിങ് യു എ നൈസ് ഗിഫ്റ്റ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഓരോ ആൾക്കാരുടെ പേര് വെച്ചിട്ട് സിമ്പിൾ ആൻഡ് ഹംപിളായിട്ട് നമുക്കിത് എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കാൻ. എ ന്യൂ ഇയർ ഈസ് കമ്മിങ് ആഫ്റ്റർ ഡിസംബർ.
പ്രിപ്പയർ എ ബ്യൂട്ടിഫുൾ ന്യൂ ഇയർ ഗ്രീറ്റിംഗ് കാർഡ് ടു സെൻഡ് ടു യുവർ ബെസ്റ്റ് ഫ്രണ്ട്, കളർ ഇറ്റ് ബ്യൂട്ടിഫുള്ളി. അപ്പോൾ ഒരു ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കാം. നമ്മൾ കഴിഞ്ഞ ഓണപരീക്ഷയുടെ ആ സമയത്ത് ആ പാഠത്തിലൊക്കെ നമ്മൾ ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കാം, ബർത്ത്ഡേ ഗ്രീറ്റിംഗ് കാർഡൊക്കെ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ. ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കുമ്പോൾ നല്ല വൃത്തിയിലൊരു ബോർഡറിൽ അക്ഷര വലിപ്പങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കുറച്ചും കൂട്ടിയൊക്കെ ചിത്രങ്ങളൊക്കെ വരച്ച് കളറൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ട് എഴുതിയാൽ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ പരീക്ഷ സെറ്റായിരുന്നു. നാളെ വരുന്ന പരീക്ഷയുടെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഉടൻ വരും. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് കാണുക, സെറ്റാക്കുക, ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക. ഈ പരീക്ഷയിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.